ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ ഗ്രാഫിങ്ങിൻ്റെ അടുത്ത പ്രോബ്ലം ആണ് നോക്കുന്നത്. തേർഡ് വൺ നോക്കിയാട്ടെ. എ റഫ് സ്കെച്ച് ഓഫ് ദ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്സ്. ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ് എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് സർഫസിനെ എങ്ങനെയാണ് സ്കെച്ച് ചെയ്യുന്നത്? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എങ്ങനെയാണ്? z²/c² മൈനസ് x²/a² മൈനസ് y²/b² = 1 ആണ്. അവിടെ എയും ബിയും സിയും >0 ആയിരിക്കും. അതിൻ്റെ റഫ് സ്കെച്ച് കിട്ടാൻ വേണ്ടി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ ഫസ്റ്റ് പ്ലോട്ടിംഗ് ദ ഇൻ്റർസെക്ഷൻ വിത്ത് ഇസഡ് ആക്സിസ്. ആദ്യം ഇസഡ് ആക്സിസിലെ പ്ലോട്ടിങ്ങിൻ്റെ ഇൻ്റർസെക്ഷൻ പ്ലോട്ട് ചെയ്യുക. ഇസഡ് ആക്സിസിലെ ഇൻ്റർസെക്ഷനെ പ്ലോട്ട് ചെയ്യുന്നു. ദെൻ സ്കെച്ചിങ് ദ എലിപ്റ്റിക്കൽ ട്രേസ് ഇൻ ദ പ്ലെയിൻ z ± c. അതിനുശേഷം z ± c എന്ന് പറയുന്ന പ്ലെയിനിലെ എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യുന്നു. ആൻഡ് ദെൻ സ്കെച്ചിങ് ദ ഹൈപ്പർബോളിക് ട്രേസസ് ദാറ്റ് കണക്ട് ദ ഇസഡ് ആക്സിസ് ഇൻ്റർസെക്ഷൻ. അതിനുശേഷം ഇസഡ് ആക്സിസ് ഇൻ്റർസെക്ഷനിലുള്ള ഹൈപ്പർബോളിക് ട്രേസസിനെ സ്കെച്ച് ചെയ്യുന്നു. ആൻഡ് എൻ പോയിന്റ്സ് ഓഫ് ദി ആക്സിസ് ഓഫ് എലിപ്സ്. എന്നിട്ട് എൻ പോയിന്റ്സ് ഓഫ് ദി ആക്സിസ് ഓഫ് ദി എലിപ്സിനെയും കൂടെ ചേർത്തിട്ട് ഹൈപ്പർബോളിക് ട്രേസസുകളെ സ്കെച്ച് ചെയ്യുന്നു. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിന് റഫ് സ്കെച്ചിങ് വരയ്ക്കുന്നത്. ഇതും റഫ് സ്കെച്ചിങ് പഠിച്ചു വെച്ചോണം. റഫ് സ്കെച്ചിങ് അതായത് ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിന് റഫ് സ്കെച്ച് എഴുതാനായിട്ട് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റ്സ് z² മൈനസ് z² മൈനസ് x² മൈനസ് y²/4 = 1 ആണ്. z² ഡിനോമിനേറ്ററും 1 ആണ്, x² ഡിനോമിനേറ്ററും 1 ആണ്. അപ്പോൾ അവിടെ എയും ബിയും സിയും >0 ആണ്. അപ്പം ആദ്യം നമുക്ക് എന്താ പ്ലോട്ട് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് ഇൻ്റർസെക്ഷൻ വിത്ത് ഇസഡ് ആക്സിസ് ആണ് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പം ഇൻ്റർസെക്ഷൻ വിത്ത് ഇസഡ് ആക്സിസ് പ്ലോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഇസഡ് ഇൻ്റർസെപ്റ്റ് ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പം ഇസഡ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിൻ്റെ ഇക്വേഷൻ എങ്ങനെ തന്നേക്കുന്നത്? z² മൈനസ് x² മൈനസ് y²/4 = 1 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ഇസഡ് ഇൻ്റർസെപ്റ്റ് കിട്ടാൻ വേണ്ടി ആർക്ക് 0 കൊടുക്കണം? ആദ്യം എക്സിനും വൈക്കും 0 കൊടുക്കുന്നു. അപ്പം എക്സും വൈയും 0 ആണെങ്കിൽ z² എത്ര വരും? 1 വരും. z² 1 ആണെങ്കിൽ z എത്ര വരും? z ±1 വരും. ഓക്കെ ആണല്ലോ. അപ്പം ഇസഡ് ആക്സിസിലെ പോയിന്റ്സ് കിട്ടി. ഇനിയും നമുക്ക് എന്തിനാണ് സ്കെച്ച് ചെയ്യേണ്ടത്? എലിപ്റ്റിക്കൽ ട്രേസസിനെയാണ്. ഏത് പ്ലെയിനിൽ? z ± c. c എന്ന് പറഞ്ഞാൽ ആരുടെ ഡിനോമിനേറ്റർ ആണ്? z² ഡിനോമിനേറ്റർ ആണ് c. ഇവിടെ z² ഡിനോമിനേറ്റർ എത്രയാണ്? 1 ആണ് അല്ലേ? അപ്പോൾ c² = 1 ആണ്. അപ്പോൾ c² 1 ആണ്. c എന്ത് വരും? c ±1 വരും. അപ്പം നമ്മുടെ പ്ലെയിൻ ഏത് വരും? z ±1 വരും. ഓക്കെ. അപ്പം z ±1 ആണെങ്കിൽ നമ്മുടെ ഈ ഇക്വേഷനകത്ത് z നമുക്ക് എത്ര കൊടുക്കാം? z ±1 കൊടുത്തു അല്ലേ? അല്ല, z ±1 വന്നു. അപ്പോൾ ട്രേസസ് ഇൻ ദ പ്ലെയിൻ എന്താണ്? ട്രേസസ് ഇൻ ദ പ്ലെയിൻ z ±1 അല്ല, സോറി, എന്താണ് ട്രേസസ് എന്താണ്? ട്രേസസ് ഇൻ ദ പ്ലെയിൻ z ± c അല്ല, ഞാനിവിടെ എഴുതിയപ്പോൾ തിരിഞ്ഞു പോകണേ, ±2c ആണ്. ഓക്കെ. എലിപ്റ്റിക്കൽ ട്രേസസ് ഇൻ ദ പ്ലെയിൻ z ±2c ആണ്. അപ്പോൾ ഇവിടെ c ±1 ആണ്. z എന്ത് വരും? z ±2 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ±2 എന്ന് പറയുമ്പോൾ ട്രേസസ് ഇൻ ദ പ്ലെയിൻ z 2 വരും, z -2 വരും. അപ്പം z 2 അല്ലെങ്കിൽ z 1² ആണ്. z 2 അല്ലെങ്കിൽ z -2 ആ ഇക്വേഷനകത്ത് കൊടുത്താട്ടെ. -2 കൊടുത്താലും 2 കൊടുത്താലും z² വരും, z² 4 വരും. അപ്പോൾ 4 മൈനസ് x² മൈനസ് y²/4 = 1. ഇവിടെ ഈ 1നെ ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ടൈമിനെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. അപ്പം നമുക്ക് എന്ത് വരും? 4 - 1 = x² + y²/4 വരും. 4 - 1 3 അല്ലേ? അപ്പം എന്ത് വരും? 3 = എത്ര വരും? 3 = x² + y²/4 വരും. 3 കൊണ്ട് ത്രൂഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്ര വരും? ഇവിടെ 1 വരും. 1 = x²/4 വരും. 3 കൊണ്ട് x² / 3 വെച്ചല്ലേ ഡിവൈഡ് ചെയ്യുന്നത്? x² / 3 വരും. പ്ലസ് എത്ര വരും?
y²/12 വരും. ഓക്കെ ആണല്ലോ. അപ്പം ഇത് ഏതിൻ്റെ ഷേപ്പായി? എലിപ്സിൻ്റെ ഷേപ്പായില്ലേ. ഇനി നമ്മൾ എന്തിനെ സ്കെച്ച് ചെയ്യണം? എലിപ്സിനെ സ്കെച്ച് ചെയ്യണം. അതിനുശേഷം എന്തിനെ ട്രേസ് ചെയ്യണം? ഹൈപ്പർബോളിക് ട്രേസസിനെ നമ്മൾ വെർട്ടിക്കൽ കോർഡിനേറ്റ് ആക്സിസിൽ വരച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിൻ്റെ റഫ് സ്കെച്ച് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിൻ്റെ റഫ് സ്കെച്ച് കിട്ടാൻ വേണ്ടി ആദ്യം ഇസഡ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എക്സിനും വൈക്കും 0 കൊടുത്തു. ഇസഡ് ഇൻ്റർസെപ്റ്റ് ±1 കിട്ടി. അതിനുശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രേസ് ഇൻ ദ പ്ലെയിൻ കണ്ടുപിടിക്കണം. ട്രേസ് ഇൻ ദ പ്ലെയിൻ ക്വസ്റ്റിന് തന്നേക്കുന്ന റഫ് സ്കെച്ചിനകത്ത് പറയുന്നുണ്ട് ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ±2c ആണ്. സി എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന കർവിനകത്തെ z² ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ അവിടെ c² 1 ആണ്. c ±1 വരും. അപ്പോൾ z ±2 വരും. അപ്പോൾ ട്രേസ് ഇൻ ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ z 2 z -2 കിട്ടും. അതിൻ്റെ വാല്യൂ നമ്മളോട് കൊടുക്കണം. നമ്മുടെ ഗിവൺ കർവിനകത്ത് കൊണ്ട് കൊടുക്കുക. നമ്മുടെ എലിപ്സിൻ്റെ ഇക്വേഷൻ x²/3 + y²/12 = 1 കിട്ടും. അതാദ്യം ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഹൈപ്പർബോളിക് ട്രേസസിനെ നമ്മൾ വെർട്ടിക്കൽ കോർഡിനേറ്റ് പ്ലെയിനിൽ വരയ്ക്കുന്നു. അന്നേരം നമുക്ക് റഫ് സ്കെച്ച് കിട്ടുന്നു. ഓക്കെ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ വരെ പറഞ്ഞു. അതിനെ എങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണിച്ചു. അതിൻ്റെ റഫ് സ്കെച്ച് ഇതാ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയട്ടെ. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ്സുകൾ ആരൊക്കെയാണ്? പോയിന്റുകൾ വരയ്ക്കുമ്പം ആദ്യം z ±1 ഒരു പോയിന്റ് ഉണ്ടല്ലോ. അപ്പം z ±1 എന്ന് പറഞ്ഞ പോയിന്റ് എങ്ങനെ കിട്ടുന്നത്? z ±1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ്, അതായത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 ആകുമ്പോൾ z കോർഡിനേറ്റ് 1 വരും. പിന്നെ എക്സും വൈയും കോർഡിനേറ്റ് 0 ആകുമ്പോൾ z കോർഡിനേറ്റ് ഏത് വരും? -1 വരും. അപ്പോൾ നമ്മുടെ ഒരു പോയിന്റ് 0 0 1 വരും. പിന്നെ 0 0 -1 വരും. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മൾ അടുത്ത സ്കെച്ചിങ്ങിന് എടുത്തത് ഇസഡിൻ്റെ വാല്യൂ ±2 അല്ലേ. ഇസഡിൻ്റെ വാല്യൂ ±2 കിട്ടി. അപ്പം ഇസഡിൻ്റെ വാല്യൂ ±2 ആകുമ്പോൾ നമ്മുടെ x²/4 എലിപ്സിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുന്നത്? x²/3 പ്ലസ് എത്ര വരും? y²/12 = 1 വരും. ഓക്കെ. അവിടെ എക്സിന് നമുക്ക് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ y² എത്ര വരും? 12 വരും. y² 12 ആണെങ്കിൽ y എത്ര വരും? y ±√12 വരും. 12നെ നമുക്ക് 4 × 3 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ±4 × 3 വരും. അപ്പോൾ 4 × 3 എത്ര വരും? +2√2 വരും. അപ്പോൾ ഏതൊക്കെ പോയിന്റ് വരും? എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 2√3 വരും. ഇസഡിൻ്റെ വാല്യൂ 2 വരും. പിന്നെ എക്സിൻ്റെ വാല്യൂ 0 വരും. വൈയുടെ വാല്യൂ -2√3 വരും. ഇസഡിൻ്റെ വാല്യൂ 2 എടുക്കും. പിന്നെ അടുത്ത പോയിന്റ് എന്ത് വരും? എക്സിൻ്റെ വാല്യൂ 0 വരും. വൈയുടെ വാല്യൂ 2√3 വരും. ഇസഡിൻ്റെ വാല്യൂ -2 വരും. അടുത്ത പോയിന്റ് എക്സിൻ്റെ വാല്യൂ 0 വരും. വൈയുടെ വാല്യൂ -2√3 വരും. ഇസഡിൻ്റെ വാല്യൂ -2 വരും. ഓക്കെ. അപ്പം വൈയുടെ വാല്യൂ 2√3 -2√3 വരുമ്പോൾ ഇസഡ് 2 ആകുന്ന കേസുമുണ്ട്, ഇസഡ് -2 ആകുന്ന കേസുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 4 പോയിന്റ് കിട്ടി. ഓക്കെ. ഇനി ഇവിടെ അടുത്ത കേസ് ചെയ്തെടുക്കാം. ഇവിടെ നമുക്ക് എന്താണ്? എക്സിനല്ലേ 0 കൊടുത്തേ, വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോഴോ വൈക്ക് 0 കൊടുക്കുമ്പോൾ x² = 3 x² 3 ആണ്. എക്സ് എന്ത് വരും? x +±√3 വരും. അപ്പോൾ പോയിന്റ് ഏതൊക്കെ വരും? എക്സിൻ്റെ വാല്യൂ √3, വൈയുടെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ 2 വരും. എക്സിൻ്റെ വാല്യൂ -√3, വൈയുടെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ 2 വരും. പിന്നത്തെ പോയിന്റ് എക്സിൻ്റെ വാല്യൂ √3, വൈ 0, ഇസഡിൻ്റെ വാല്യൂ -2 വരും. പിന്നത്തെ പോയിന്റ് എക്സിൻ്റെ വാല്യൂ -√3, വൈയുടെ വാല്യൂ 0, ഇസഡിൻ്റെ വാല്യൂ -2. അപ്പോൾ എന്താ? ഈ 4 സെറ്റ് പോയിന്റ് വരും. പിന്നെ ഈ 4 സെറ്റ് പോയിന്റ് വരും. പിന്നെ ഈ 2 സെറ്റ് പോയിന്റ് വരും. ഇത്രയും പോയിന്റുകളെയാണ് നമുക്ക് ട്രേസ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമ്മൾ റഫ് സ്കെച്ച് പഠിച്ചപ്പം ആദ്യം ആരെ ട്രേസ് ചെയ്യണമെന്നാണ് പഠിച്ചത്? നോക്കിയട്ടെ. ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റിനകത്ത് റഫ് സ്കെച്ചിനകത്ത് ആദ്യം നമ്മൾ ഇസഡ് ആക്സിസിലെ പോയിന്റുകളെ പ്ലോട്ട് ചെയ്ത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇസഡ് ആക്സിസിലെ പോയിന്റുകളുടെ ഇൻ്റർസെക്ഷനാണ് ആദ്യം പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വരയ്ക്കുമ്പോൾ എന്ത് വരും? എക്സ് ആക്സിസ് വരച്ചു. അതിനുശേഷം വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, ഇത് ഇസഡ് ആക്സിസ്. ഓക്കെ. ഇത് ഇസഡ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ് വരച്ചല്ലോ. അപ്പം ആദ്യത്തെ പോയിന്റ് ഏതാണ്? 0 0 1 0 0 -1 വരും. ഇതാണ് ഇസഡ് ആക്സിസിലെ 0 0 -1 എന്ന് പറയുന്ന പോയിന്റും പിന്നെ
0 0 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇത് വരും ഏകദേശം 0 0 1 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇത് വരും. അപ്പം ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാനുണ്ട്. ഓക്കെ, ഈ രണ്ട് പോയിന്റുകളോട് ജോയിൻ ചെയ്ത് നമ്മൾ ഇതാണ് 0 0 1 0 0 -1 പോയിന്റ് ഇസഡ് ആക്സിസിൽ വരച്ചു. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് ഈ 4 സെറ്റ് പോയിന്റും ഉണ്ട്, ഈ 4 സെറ്റ് പോയിന്റും. ആദ്യം ഏതാണ് എക്സ്, അതായത് ആദ്യം നമ്മൾ ഏതെടുക്കുന്നു പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുമ്പം എന്താണ് ഇതിനകത്ത് ഈ രണ്ട് പോയിന്റ്, അതായത് y കോർഡിനേറ്റ് 0 എടുക്കുന്നു. അപ്പോൾ y 0 ആകുമ്പോഴുള്ള പോയിന്റ് ഏതൊക്കെയാണ്? y 0 ആകുമ്പോഴുള്ള ഒരു പോയിന്റ് ഇതാ ഇത് വരും, ഏതാണ് √3. y കോർഡിനേറ്റ് 0 ആകുമ്പം √3 0 2 വരും. ഇവിടെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് വരും -√3 0 2 വരും. ഓക്കെ, പിന്നെ y 0 x 0 ആകുമ്പോഴുള്ള പോയിന്റ് ഏതൊക്കെയാണ്? അപ്പോൾ ഇത് രണ്ടും വായിച്ചല്ലോ. y 0 ആകുമ്പോൾ √3 0 2 വരും, √3 0 √3 0 2 -√3 0 2 ഈ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തല്ലോ. ഇനി y 0 ആകുമ്പോഴോ x 0 ആകുമ്പോഴോ ഈ രണ്ട് പോയിന്റ് വരും. ഏത് രണ്ട് പോയിന്റാ? 0 ഇവിടെ ഏത് പോയിന്റ് വരും? ഇവിടെ 0 -2√3 2 വരും. ഇവിടെ 0 2√3 2 വരും. ഓക്കെ ആണല്ലോ. അപ്പം ഈ രണ്ട് പോയിന്റും വരച്ചു അല്ലേ. പിന്നെ അത് ഈ പോയിന്റ് വരച്ചു അല്ലേ. x 0 ആകുമ്പോൾ ഈ രണ്ട് പോയിന്റും y 0 ആകുമ്പോൾ ഈ രണ്ട് പോയിന്റും. അവിടെ എല്ലാം ഇസഡിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 2 ആണ്. ആ പോയിന്റ് വരച്ചു. ഇനി അതിനെ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യും? ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്കൊരു വരച്ചപ്പോൾ മാറിപ്പോയി. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് മാർക്ക് ചെയ്യാം. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് അടുത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് അടുത്ത ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. പിന്നെ എങ്ങനെയാണ്? പിന്നെ മാക്സ് മുകളിലോട്ട് നീക്കിയാൽ മതിയല്ലോ. പിന്നെ എങ്ങനെ വരയ്ക്കും? ഇതിനെ ജോയിൻ ചെയ്ത് നമ്മളൊരു എലിപ്സിനെ വരച്ചു. പിന്നെ ഇതിപ്പം വരയ്ക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ വരയ്ക്കേണ്ടായിരുന്നു. ഇവിടോട്ട് മാർക്ക് ചെയ്താലും മതി ഈ പോയിന്റ്. അപ്പം ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് അടുത്ത ഒരു എലിപ്സ് വരച്ചു. ഓക്കെ, അപ്പം ഇത് ഈ പോയിന്റാണ് ഇത് കേട്ടോ. ഓക്കെ, പിന്നെ ആരെ തമ്മിൽ യോജിപ്പിക്കണം? പിന്നെ ഇത് തമ്മിൽ യോജിക്കും അല്ലേ. പിന്നെ ഇത് തമ്മിൽ യോജിക്കും. ഇത് തമ്മിൽ യോജിപ്പുണ്ട്. ഇത് മൂന്നും കൂടെ ഇവിടെ ഇങ്ങനെ യോജിച്ചു. ഓക്കെ, അതാണ് ഈ മുകളിലത്തെ ഷേപ്പ് വരച്ചിരിക്കുന്നത്. ശരിയാണല്ലോ. പിന്നെ ആരെ തമ്മിൽ യോജിപ്പിക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 0 0 1 അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് യോജിപ്പിക്കും. അപ്പം ഇത്രയും പോർഷൻസ് ആയല്ലോ. ഇനി ഇതേപോലെ എവിടെയും വരയ്ക്കണം? താഴെയും വരയ്ക്കണം. താഴെ വരുമ്പോൾ ഏതൊക്കെ പോയിന്റ് വരും? ആദ്യത്തെ പോയിന്റ് y കോർഡിനേറ്റ് 0 എടുക്കാം. അപ്പോൾ പോയിന്റ് ഏതൊക്കെ വരും? √3 0 -2 വരും. ഇവിടെ -√3 0 -2 വരും. ഓക്കെ, അപ്പം പിന്നെ ഏത് വരും? പിന്നെ കുറച്ച് ഇങ്ങോട്ട് നീക്കി ഇവിടെ ആയിട്ട് ഏത് പോയിന്റ് വരും? അവിടെ ആയിട്ട് വരുന്ന പോയിന്റ് x 0 ആണ്. അപ്പം വൈയുടെ വാല്യൂ -2√3 -2 വരും. അതിന് നേരെയായിട്ട് അപ്പോൾ ഇത് വരയ്ക്കുമ്പം ഇവിടോട്ട് വരയ്ക്കാം. ഇവിടെ ആയിട്ട് ഏത് വരും? ഇവിടെ ആയിട്ട് 0 2√3 -2 വരും. അപ്പം ഇസഡ് -2 വരുന്നത് താഴെയും ഇസഡ് +2 വരുന്നത് മുകളിലുമാണ്. മുകളിലും താഴെയും എക്സും വൈയും 0 ആകുന്ന കോർഡിനേറ്റ് അനുസരിച്ച് വരയ്ക്കും. അപ്പം ഇതിനെ തമ്മിൽ നമുക്ക് യോജിപ്പിച്ച് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. പിന്നെ എലിപ്സുകൾ ആരെയൊക്കെ തമ്മിൽ കൂട്ടുമുട്ടിയ? ഈ പോയിന്റും ഈ പോയിന്റ് ഇവിടെ വരുന്നു. ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഒരു എലിപ്സ് വരയ്ക്കും. പിന്നെ വരയ്ക്കുന്നത് ഇതിനെ 0 0 -1 വന്നു. പിന്നെ അതിങ്ങ് താഴെ വന്ന് ആരുമായിട്ട് യോജിപ്പിക്കും? 0 2√3 2 ആയിട്ട് വരയ്ക്കും. പിന്നെ ആരൊക്കെ തമ്മിൽ യോജിപ്പിക്കും? 0 0 -1 ഈ പോയിന്റ് അതിനെ ഇവിടെ ആയിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ താഴത്തെ ഷേപ്പ് കിട്ടി. അതാണ് ഈ റഫ് സ്കെച്ച് വരച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഇതും പരീക്ഷയ്ക്ക് വരയ്ക്കാനായിട്ട് ചോദിക്കും. റഫ് സ്കെച്ച് വരച്ചാൽ മതി, എക്സാക്റ്റ് ഫിഗർ ആണെന്നൊന്നുമില്ല. ഇതേപോലൊക്കെ ഏകദേശം കിട്ടിയാൽ മതി, പരീക്ഷയ്ക്ക് നമുക്ക് മാർക്ക് തരും. എക്സാക്റ്റ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കണം. ജോയിൻ ചെയ്യുന്ന
പോയിന്റുകൾ നമ്മൾ പ്ലോട്ട് ചെയ്യുമല്ലോ, ആ പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. അത് തെറ്റരുത്. പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. അവയെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഇന്റർസെക്റ്റിങ്ങും കറക്റ്റ് ആയിരിക്കണം. അത് കറക്റ്റായിട്ട് വരച്ച് വെച്ചണം. ഷേപ്പ് ഇച്ചിരി വളഞ്ഞു പോയാലൊന്നും പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കത്തില്ല. പക്ഷേ പോയിന്റുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരയ്ക്കണം. ഏകദേശം ഒരു എലിപ്സിൻ്റെ ഷേപ്പൊക്കെ വരയ്ക്കണം. ഇന്റർസെക്റ്റിംഗ് ലൈനുകൾ കറക്റ്റ് ആയിരിക്കണം. പോയിന്റിനെ പ്ലോട്ട് ചെയ്യുന്നത്, അതായത് നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പ്ലോട്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് വരച്ചണം. ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എനിക്ക് അറിയാം എന്നാലും ഞാൻ പറയുവാണേ. ഇങ്ങനെയല്ലേ നമ്മൾ ആക്സിസ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് വൈ ആക്സിസ് ആണെങ്കിൽ ഇതാണ് ഒറിജിൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വൈ ആക്സിസിൻ്റെ പോസിറ്റീവ് കോർഡിനേറ്റ്, ഇങ്ങോട്ടാണ് നെഗറ്റീവ് കോർഡിനേറ്റ്. ഇത് ഇസഡ് ആക്സിസ് ആണ്. ഇസഡ് ആക്സിസിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇസഡ് ആക്സിസിനകത്തെ പോസിറ്റീവ് കോർഡിനേറ്റും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നെഗറ്റീവ് ആയിരിക്കും. ഇതാണ് എക്സ് ആക്സിസ്. ഇതാണ് എക്സ് ആക്സിസ് വരയ്ക്കുന്നത്. എക്സ് ആക്സിസ് ഇവിടുന്ന് താഴോട്ട് എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ്, മുകളിലോട്ടായിരിക്കും എക്സ് ആക്സിസിൻ്റെ നെഗറ്റീവ് വരുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചോണേ. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ഏതാണ്? അടുത്തത് എലിപ്റ്റിക് ആണ്. എലിപ്റ്റിക് വൺ, അതിൻ്റെ റഫ് സ്കെച്ച് ചോദിക്കുക. നോക്കിയട്ടെ. എ റഫ് സ്കെച്ച് ഓഫ് ദ എലിപ്റ്റിക് വൺ ഇസഡ് സ്ക്വയർഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് പ്ലസ് വൈ സ്ക്വയർഡ് ബൈ ബി സ്ക്വയർഡ് ഈക്വൽ ടു. ഇതാണ് എലിപ്റ്റിക് സ്കെച്ചിൻ്റെ റഫ് സ്കെച്ച് എന്ന് പറയുന്നത്. അവിടെ എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതിൻ്റെ റഫ് സ്കെച്ച് കിട്ടാൻ വേണ്ടി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ഫസ്റ്റ് സ്കെച്ചിങ് ദ എലിപ്റ്റിക്കൽ ട്രേസസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്ന് പറയുന്ന പ്ലെയിനിൽ ആദ്യം എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. ദെൻ സ്കെച്ചിങ് ദ ലീനിയർ ട്രേസസ് ദാറ്റ് കണക്ട് ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ എലിപ്സ്. അതിനുശേഷം ആരെ സ്കെച്ച് ചെയ്യണം? ലീനിയർ ട്രേസസിനെ സ്കെച്ച് ചെയ്യണം. ആ ലീനിയർ ട്രേസസ് എന്ന് പറയുന്ന ആരെ കണക്ട് ചെയ്യുന്നതാണ്? എൻഡ് പോയിന്റ്സ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ എലിപ്സ്. എലിപ്സിന്റെ ആക്സിസുകളുടെ എൻഡ് പോയിന്റുകളെ കണക്ട് ചെയ്യുന്ന ലീനിയർ ട്രേസസിനെ അതിനുശേഷം സ്കെച്ച് ചെയ്യണം. ഓക്കെ, അപ്പം എലിപ്റ്റിക് വണ്ണിന്റെ റഫ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എലിപ്റ്റിക്കൽ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. അതിനുശേഷം എന്താണ്? ലീനിയർ ട്രേസിനെ സ്കെച്ച് ചെയ്യണം. ആ ലീനിയർ ട്രേസ് എന്ന് പറയുന്ന ആരെയാണ് കണക്ട് ചെയ്യുന്നത്? എൻഡ് പോയിന്റ്സ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ എലിപ്സിനെയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് റഫ് സ്കെച്ച് പഠിച്ചു വെച്ചോണം. എങ്ങനെയാണ് എലിപ്റ്റിക് വണ്ണിന്റെ റഫ് സ്കെച്ച് എന്ന് തിയറി പഠിച്ചോണം. അതിനെ ബേസ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദ എലിപ്റ്റിക് വൺ ഇസഡ് സ്ക്വയർഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് എ പ്ലസ് വൈ സ്ക്വയർഡ് ബൈ 4 ആണ്. എക്സ് സ്ക്വയർഡിന്റെ ഡിനോമിനേറ്റർ 1 ആണ്, ഗ്രേറ്റർ ദാൻ 0. വൈ സ്ക്വയർഡിന്റെ ഡിനോമിനേറ്റർ 4 ആണ്, അപ്പോൾ എ 2 ആണ്, അതും ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, അപ്പം ആദ്യം അതിൻ്റെ ട്രേസ് കിട്ടാൻ എന്ത് ചെയ്യണം? ട്രേസസ് കിട്ടാൻ വേണ്ടി എന്താണ്? ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസിലെ ട്രേസസിനെ വേണം ആദ്യം സ്കെച്ച് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റഫ് സ്കെച്ചിങ്ങിനകത്ത് തന്നെ പറയുന്നുണ്ട്. ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എലിപ്റ്റിക്കൽ ട്രേസിനെ വേണം ആദ്യം സ്കെച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആദ്യം സ്കെച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ലീനിയർ ട്രേസസിനെ വെർട്ടിക്കൽ കോർഡിനേറ്റ് ആക്സിസിൽ സ്കെച്ച് ചെയ്യുക. അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണല്ലോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന എലിപ്റ്റിക് വണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇസഡ് സ്ക്വയർഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് എ പ്ലസ് വൈ സ്ക്വയർഡ് ബൈ 4 അല്ലേ. അപ്പം അവിടെ നമ്മുടെ ട്രേസ് ചെയ്യുന്ന പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോൾ എക്സ് സ്ക്വയർഡ് എ പ്ലസ് വൈ സ്ക്വയർഡ് ബൈ 4 ഈക്വൽ ടു എത്ര വരും? 1 വരും. അവിടെ എക്സ് സ്ക്വയർഡിൻ്റെ ഡിനോമിനേറ്റർ ആണ് 1 സ്ക്വയർഡ്. അപ്പോൾ ഇത് എന്തിൻ്റെ ഷേപ്പായി? എലിപ്സിൻ്റെ ഷേപ്പ് ആയല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്? ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആദ്യം ട്രേസ് ചെയ്യണം. അതിനകത്തെ ഫിഗർ നമ്മൾ ട്രേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആരെ സ്കെച്ച് ചെയ്യണം? എലിപ്സിനെ സ്കെച്ച് ചെയ്യണം. അപ്പോൾ അവിടെ ഇസഡ് ഈക്വൽ ടു എന്താണ്? ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 നമ്മൾ ആദ്യം ട്രേസ് ചെയ്യേണ്ടതെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അപ്പം ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആകുമ്പോൾ ആദ്യം നമുക്കിവിടെ വൈക്ക് 0 കൊടുക്കാം. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർഡ് എത്ര വരും? വൈക്ക് 0 കൊടുത്താൽ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പോൾ എക്സ് സ്ക്വയർഡ് 1 ആണ്. എക്സ് എത്ര വരും? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 വരുമല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 അല്ലെങ്കിൽ പോയിന്റ്സ് എന്ത് വരും? എക്സ് 1 ആകുമ്പോൾ വൈ 0 ഇസഡ് 1 വരും. എക്സ് മൈനസ് 1 ആകുമ്പോൾ വൈ 0 ഇസഡ് 1 വരും. പിന്നെ എക്സ് 1 വൈ 0 ഇസഡ് മൈനസ് 1, എക്സ് മൈനസ് 1 വൈ 0 ഇസഡ് മൈനസ് 1. ഇത്രയും പോയിന്റ് ആദ്യം കിട്ടി. ഇനി ഇവിടെ ആർക്ക് 0 കൊടുക്കാം? എക്സിന് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്താൽ വൈ സ്ക്വയർഡ് ഈക്വൽ ടു 4 ആവും. അപ്പം വൈ എന്ത് വരും? വൈ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2 കിട്ടും. അപ്പോൾ അവിടെ പ്ലോട്ട് ചെയ്യേണ്ട പോയിന്റ് ഏതൊക്കെ വരും? എക്സ് 0 ആണ്, വൈ 2 ആണ്, ഇസഡിൻ്റെ വാല്യൂ 1 എടുത്തു. എക്സ് 0 വൈ മൈനസ് 2 ഇസഡിൻ്റെ വാല്യൂ 1 തന്നെ എടുക്കും. ഇനി എക്സ് 0
y2 ഇസഡിൻ്റെ വാല്യൂ -1, x0 y -2 ഇസഡിൻ്റെ വാല്യൂ -1. അപ്പോൾ ഈ 4 പോയിന്റ്, ഈ 4.8, പിന്നെ z ഈക്വൽ ടു +or-1. ഓക്കെ ആണല്ലോ. ഇത്രയും പോയിന്റിനെയാണ് നമുക്കിവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതെങ്ങനെയാണ് പ്ലോട്ട് ചെയ്ത് നോക്കിയാട്ടെ. അപ്പം 1 വരുന്ന പോയിന്റിൽ z ഈക്വൽ ടു 1 ആകുമ്പോൾ മുകളിലാണ്, z ഈക്വൽ ടു -1 ആണ് താഴെയാണ്. ഇതാ അതിൻ്റെ റഫ് സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം y ആക്സിസ് മാർക്ക് ചെയ്തു അല്ലേ, y ആക്സിസ് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. തൽക്കാലം നമ്മൾ x ആക്സിസ് ഇതാ ഇത് വരുന്നു. ഇവിടുന്ന് നേരെ മുകളിലോട്ട് വരച്ചപ്പം തിരിച്ചു പോയതാണ്. ഏകദേശം ഇങ്ങനെ വരും z ആക്സിസ്. ഓക്കെ, അല്ലെങ്കിൽ ഒന്നുകൂടെ വരച്ച് കാണിക്കും, നോക്കിയാട്ടെ. ഇതാണ് z ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ, അപ്പം ആദ്യം ഏത് പോയിന്റ് നമുക്ക് വരേണ്ടത്? ഓക്കെ ആട്ടെ, 101 -101 അല്ലേ. നോക്കിയാട്ടെ, ആദ്യം ഇവിടുത്തെ പോയിന്റ് എന്താണ്, നമ്മൾ എക്സ് കോർഡിനേറ്റ് 0 എടുക്കുന്നു. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈയുടെ വാല്യൂ -2 വരും. അവിടെ z 1 ആണ്. പിന്നെ എക്സ് 0 ആവുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് x0 y2 z 1 വരും. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ നമ്മൾ y0 എടുക്കുന്നു. y0 ആകുമ്പോൾ x1 y0 z 1. പിന്നെ എന്ത് വരും? ഇവിടെ x -1 വരും, y0 വരും, z 1 വരും. ഓക്കെ ആണല്ലോ. ഇതല്ലേ നമ്മുടെ പോയിന്റ്സ്. അപ്പോൾ എന്ത് വരും? ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പിന്നെ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്തും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. പിന്നെ ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു എലിപ്സ് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിനെ തമ്മിൽ ഇത് വരച്ച് പിടിച്ചിട്ട് മുകളിലോട്ട് അങ്ങ് നീട്ടിയാൽ മതി. എക്സ് ഇസഡ് ആക്സ് ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് അപ്പോൾ നമ്മളതാണ് ഈ മുകളിലത്തെ പോർഷൻ ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്തു. ഓക്കെ, ഇനി താഴെ എന്ത് വരും? താഴെ അതേപോലെ എന്തൊക്കെയാണ് പോയിന്റ്സുകൾ വരുന്നത്? താഴെ വരുന്ന പോയിന്റ് എന്താണ്? y0 ആകുമ്പോൾ 10 -1 വരും. അപ്പം ഇവിടെ ഏത് വരും? ഇവിടെ -10 -1 വരും. പിന്നെ ഏതൊക്കെ വരും? ഇസഡിൻ്റെ x0 ആകുമ്പം എന്താണ്? x -2 അല്ല y -2 -1. പിന്നെ x0 ആകുമ്പം ഇവിടെ 0 to -1 വരും. അപ്പം ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. പിന്നെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇതിനെ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം. പിന്നെ ഇവിടെ തമ്മിൽ ജോയിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എലിപ്സ് കിട്ടും. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിലെ എലിപ്സ് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആരെ തമ്മിൽ ജോയിൻ ചെയ്യാം? ദാ ഈ പോയിന്റും ദാ വരയ്ക്കുമ്പോൾ കറക്റ്റ് ഈ പോയിന്റും ദാ 0 -2 -1 ദാ ഈ 0 2 -1 ദാ ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? യോജിപ്പിക്കാം. തിരിച്ചതാ ഇവിടെയും ദാ ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കാം. ഏതൊക്കെയാണ്? ഈ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, പിന്നെ ദാ ഈ രണ്ട് പോയിന്റുകൾ ഏതൊക്കെയാണ്? 0 0 -1 ദാ ഈ രണ്ട് പോയിന്റുകളെ യോജിപ്പിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇപ്പം എല്ലാം ആയല്ലോ. അപ്പം എന്താ ഇത് ഇത്രയും കൂടെ ദാ ഇവിടെ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ജോയിനിങ് ഇൻ്റർസെക്ഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതിൻ്റേതും കൂടെ ഒരു ജോയിന്റ് ഇൻ്റർസെക്ഷൻ കിട്ടുന്നു. ഇതേ രീതിയിലാണ് റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് പ്ലോട്ട് ചെയ്യാൻ മറന്ന പോലെ 4 പോയിന്റ് മുകളിലും 4 പോയിന്റ് താഴെയുമായിട്ട് പ്ലോട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ റഫ് സ്കെച്ച് വരച്ചേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത 5th വൺ ഏതാണ്? 5th വൺ എ റഫ് സ്കെച്ച് ഓഫ് ദ എലിപ്റ്റിക് പരാബോളോയിഡ്. എലിപ്റ്റിക് പരാബോളോയിഡിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? z = x² / a² + y² / b². എയും ബിയും > 0 ആണ്. അതിൻ്റെ റഫ് സ്കെച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എലിപ്റ്റിക്കൽ ട്രേസ് ഇൻ ദ പ്ലെയിൻ z = 1 എന്ന് പറയുന്ന പ്ലെയിനിൽ ആദ്യം എലിപ്റ്റിക്കൽ ട്രേസിനെ നമ്മൾ സ്കെച്ച് ചെയ്യുന്നു. ദെൻ സ്കെച്ചിങ് ദ പരാബോളിക് ട്രേസ് ഇൻ ദ വെർട്ടിക്കൽ കോർഡിനേറ്റ് പ്ലെയിൻസ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പരാബോളിക് ട്രേസസിനെ നമ്മൾ വെർട്ടിക്കൽ കോർഡിനേറ്റ് പ്ലെയിനിൽ സ്കെച്ച് ചെയ്യുന്നു.
അതിനെ നമ്മൾ കണക്ട് ചെയ്ത ഒറിജിൻ ടു ദ എൻഡ് ഓഫ് ദി ആക്സിസ് ഓഫ് ദി എലിപ്സ്. എലിപ്സിന്റെ ആക്സിസിന്റെ എൻഡുമായിട്ട് അവിടെ ഒറിജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ട്രേസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്കെച്ചിങ് ദ എലിപ്റ്റിക്കൽ ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1. ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനിൽ എലിപ്റ്റിക്കൽ ട്രേസിനെ വേണം നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യാനായിട്ട്. അതിനുശേഷം പരാബോളിക് ട്രേസസിനെ നമ്മൾ സ്കെച്ച് ചെയ്യണം. ഏത് കോർഡിനേറ്റ് പ്ലെയിനിൽ? വെർട്ടിക്കൽ കോർഡിനേറ്റ് പ്ലെയിനിൽ നമ്മൾ പരാബോളിക് ട്രേസസിനെ സ്കെച്ച് ചെയ്യണം. അതിനെ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യണം? ടു കണക്ട് ദ ഒറിജിൻ. ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യണം. ടു ദ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ എലിപ്സ്. ഒറിജിനുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ എൻഡ് പോയിന്റ്സ് ഓഫ് ദ ആക്സിസ് ഓഫ് ദ എലിപ്സും ഒറിജിനും കൂടെ കണക്ട് ചെയ്യണം. ഓക്കെ, അതും തിയറി പഠിച്ചു വെച്ചണം. അതിനൊരു എക്സാമ്പിൾ നോക്കിയാട്ടെ. സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ എലിപ്റ്റിക് പരാബോളോയിഡ്. എലിപ്റ്റിക് പരാബോളോയിഡിന്റെ സ്കെച്ചിങ്ങിന് തന്നിരിക്കുന്ന ഗ്രാഫ് ഇസഡ് ഈക്വൽ ടു x²/4 + y²/9 ആണ്. അപ്പം ഇവിടെ നമ്മൾ ആദ്യം ആരെയാ ട്രേസ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്? ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1നെ ട്രേസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1 ആണല്ലോ. ഇൻ x²/4 + y²/9 ഈക്വൽ ടു 1. അപ്പം നമ്മുടെ ഗിവൺ പരാബോളോയിഡിന്റെ ഇക്വേഷൻ, എലിപ്റ്റിക് പരാബോളോയിഡിന്റെ ഇക്വേഷൻ ഇതാണ്. അവിടെ നമ്മൾ ആദ്യം ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനിനെയാണ് ട്രേസ് ചെയ്യേണ്ടത്. അപ്പം ഇസഡ് ഈക്വൽ ടു 1നെ ട്രേസ് ചെയ്യുമ്പോൾ നമ്മുടെ എലിപ്റ്റിക് പരാബോളോയിഡിന്റെ ഇക്വേഷൻ എങ്ങനെ മാറുന്നു? x²/4 + y²/9 ഈക്വൽ ടു 1 ആകുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് കോർഡിനേറ്റ് പോയിന്റ്സ് എന്തൊക്കെ കിട്ടും? y വാല്യൂ 0 ആണെങ്കിൽ y കോർഡിനേറ്റ് 0 കൊടുത്താൽ x² എത്ര വരും? x² ഈക്വൽ ടു 4 വരും. x² 4 ആണെങ്കിൽ x എത്ര വരും? x ഈക്വൽ ടു +or-2 വരും. അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതൊക്കെ വരും? x 2 ആണെങ്കിൽ 2 0 1 വരും. x -2 ആണെങ്കിൽ -2 0 1 വരും. ഇനി ഇവിടെ അതേപോലെ ആർക്കിന് 0 കൊടുക്കാം? x-ന് 0 കൊടുക്കുന്നു. x 0 ആണെങ്കിൽ y² ഈക്വൽ ടു 9 വരും. y² 9 ആണെങ്കിൽ y എന്ത് വരും? y ഈക്വൽ ടു +or-3 വരും. അപ്പോൾ കോർഡിനേറ്റ് 0 3 1 വരും. പിന്നോ 0 -3 1 വരും. ഓക്കെ, ഇത്രയും പോയിന്റ്സിനെയാണ്. അപ്പോൾ ഈ നാല് പോയിന്റ്സിനെയാണ് നമുക്ക് സ്കെച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റാണ് സ്കെച്ച് ചെയ്യേണ്ടത്. ഇതാണ് അതിൻ്റെ റഫ് സ്കെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഏതൊക്കെ ആക്സിസ്? y ആക്സിസ് എടുക്കുന്നു. പിന്നെ ഇതാ ഇത് ഇസഡ് ആക്സിസ് വരുന്നു, ഇത് x ആക്സിസ് വരുന്നു. ഓക്കെ, നമ്മൾ പോയിന്റ് പ്ലോട്ട് ചെയ്യുമ്പം ഏതൊക്കെയാണ്? ആദ്യം x കോർഡിനേറ്റ് 0 ആണ്. അപ്പം എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ എന്താണ്? വൈയുടെ വാല്യൂ -3 z 1 ആണ്. പിന്നെ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 3 z 1 വരും. പിന്നെ y 0 ആണെങ്കിലോ? y 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 y 0 z 1 ആണ്. പിന്നെ ഇത് വരും വൈയുടെ വാല്യൂ -2 വൈയുടെ എക്സിൻ്റെ വാല്യൂ -2 y 0 z 1 വരും. അപ്പം ഇതിനെ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഇതിനെ തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. ഓക്കെ, ഇത് തമ്മിൽ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരണമെന്നില്ല. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എലിപ്സ് എങ്ങനെ വരയ്ക്കുന്നത്? എലിപ്സ് വരയ്ക്കുമ്പോൾ ഇത് 3 പോയിന്റും കൂടെ ജോയിൻ ചെയ്ത് ഒരു എലിപ്സ് വരയ്ക്കുന്നത്. ഇതുണ്ട്. അപ്പം ഇത് വരയ്ക്കുമ്പം ഇത് ഇനി താഴോട്ട് നീഴണ്ടേ. ഇവിടെ വരെ മാർക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ പോയിന്റാണ് ഇതെന്ന് ആരോ മാർക്ക് ഉപയോഗിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പം താഴെ നിന്ന് വരയ്ക്കുമ്പം എന്ത് വരും? അപ്പം ഈ ഒറിജിനോട് ചേർത്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതങ്ങ് ഒറിജിനായിട്ട് എടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ വരുമല്ലോ. ഇനിയും നമ്മൾ ഏതൊക്കെ പോയിന്റുകളെ പ്ലോട്ട് ചെയ്ത് വരയ്ക്കണം? ഇവിടെ നമ്മൾ പോയിന്റ് ഇതാ ഇതൊരെണ്ണം കിട്ടിയല്ലോ അല്ല, ഇത് വരയ്ക്കുമ്പോഴേ ഇങ്ങനല്ലേ. ഇതാ ഇത് y ആക്സിസ് വരച്ചു, ഇത് x ആക്സിസും ഇത് z ആക്സിസും വരച്ചു. പോയിന്റുകൾ പ്ലോട്ട് ചെയ്യുമ്പോൾ 0 -3 1 പിന്നെ 0 3 1 പിന്നെ ഏതാണ്? പിന്നെ വരുന്ന പോയിന്റ് 2 0 1 പിന്നെ -2 0 1 അല്ലേ. അപ്പം ഇതിനെ തമ്മിൽ ജോയിൻ ചെയ്താൽ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വന്നു. പിന്നെ
പിന്നെ പോയിന്റ് എലിപ്സ് വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഈ മുകളിലത്തെ പോർഷൻ ഇതേ വരച്ചു. പിന്നെ താഴത്തെ പോർഷൻ ഇങ്ങനെ വരച്ചു. അതിനുശേഷം ഏകദേശം ഇവിടെ അങ്ങ് വരച്ചാലും മതി നമ്മൾ സെൻറ്ററെ. അപ്പം ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന രീതിയിൽ അടുത്ത് വരയ്ക്കണം. കണ്ടോ, ഈ സെൻറ്ററിൽ കൂടെ പോകുന്ന രീതി. എന്നിട്ട് ഇതിനെ തമ്മിൽ ഇങ്ങനെ ഒരു ജോയിൻറ്റ് വെച്ച് ഇവിടുന്ന് ഇങ്ങോട്ടും വന്ന് അത് ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. കണ്ടോ, ഇങ്ങനെ വേണം വരയ്ക്കാനായിട്ട്. കണ്ടോ, ഈ വരച്ചേക്കുന്ന ഈ ഒരു ഷേപ്പിൽ വരയ്ക്കണം. ഈ ഒരു ഷേപ്പിൽ കിട്ടുന്നതാണ് ഏതിൻ്റെ റഫ് സ്കെച്ച് എന്ന് പറയുന്നത്, എലിപ്റ്റിക് പരാബോളോയിഡിൻ്റെ റഫ് സ്കെച്ച്. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെയാണ് അവിടെ ട്രേസ് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് വൺ എന്താണ്, ഹൈപ്പർബോളിക് പരാബോളോയിഡ്. ഹൈപ്പർബോളിക് പരാബോളോയിഡിൻ്റെ ഇക്വേഷൻ ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ ബി സ്ക്വയർഡ് എ മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ എ സ്ക്വയർഡ് ആണ്. അതിൻ്റെ ഹൈപ്പർബോളിക് പരാബോളോയിഡ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ആരെ സ്കെച്ച് ചെയ്യണം, 2 പരാബോളിക് ട്രേസസിനെ സ്കെച്ച് ചെയ്യണം. ദാറ്റ് പാസസ് ത്രൂ ദ ഒറിജിൻ. അത് ഏത് കൂടാണ് പാസ് ചെയ്യുന്നത്, 2 പരാബോളിക് ട്രേസസിനെ വേണം ആദ്യം സ്കെച്ച് ചെയ്യാനായിട്ട്. ആ പരാബോളിക് ട്രേസസ് എന്ന് പറയുന്ന ഒറിജിനിൽ കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു പ്ലെയിൻ എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പ്ലെയിനിൽ കൂടെ മറ്റേ പ്ലെയിൻ y ഈസ് ഈക്വൽ ടു 0യിലും കൂടെ ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ പരാബോളിക് ട്രേസസിനെ സ്കെച്ച് ചെയ്തതിന് ശേഷം ഇസഡ് ഈക്വൽ ടു +or-1ൻ്റെ ഹൈപ്പർബോളിക് ട്രേസസ് വരയ്ക്കുക, ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്കെച്ച് ദി ഗ്രാഫ് ഓഫ് ദ ഹൈപ്പർബോളിക് പരാബോളയുടെ ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 ആണ്. ഓക്കെ, അപ്പം നമ്മളിവിടെ പറഞ്ഞെന്താണ്, ആദ്യം 2 പരാബോളിക് ട്രേസസിനെയാണ് സ്കെച്ച് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം x ഈക്വൽ ടു 0 കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ ആണ് ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ 4 മൈനസ് എന്താണ് എക്സ് സ്ക്വയർഡ് ബൈ 9 ആണ്. ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 ആണ്. ആദ്യം നമുക്ക് 2 പരാബോളിക് ട്രേസസിനെയാണ് സ്കെച്ച് ചെയ്യേണ്ടത്. ആദ്യം ആർക്ക് 0 കൊടുക്കാം, എക്സിന് 0 കൊടുക്കുന്നു. ഓക്കെ, അപ്പം എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ 4 കിട്ടും അല്ലേ. അപ്പം ഇസഡ് ഈക്വൽ ടു y സ്ക്വയർഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം നമുക്ക് y സ്ക്വയർഡ് ഈക്വൽ ടു എന്താ കിട്ടുന്നത്, y സ്ക്വയർഡ് ഈക്വൽ ടു 4z കിട്ടും അല്ലേ. അവിടെ നിന്ന് കിട്ടും y സ്ക്വയർഡ് ഈക്വൽ ടു 4z കിട്ടും. y സ്ക്വയർഡ് ഈക്വൽ ടു 4z എന്ന് പറയുന്നത് വിച്ച് ഈസ് എ പരാബോള ഇൻ ദ YZ പ്ലെയിൻ. YZ പ്ലെയിനിലെ പരാബോളയാണ് എന്തെന്ന് പറയുന്നത്, y സ്ക്വയർഡ് ഈക്വൽ ടു 4z എന്ന് പറയുന്നത്. അതിൻ്റെ വെർട്ടെക്സ് എന്ന് പറയുന്നതാണ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആയിരിക്കും. വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ആൻഡ് ഓപ്പണിംഗ് ഇൻ ദ പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ടായിരിക്കും അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അവിടെ ഇസഡ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആർക്ക് 0 കൊടുക്കാം, y ഈക്വൽ ടു 0 കൊടുക്കുന്നു. yക്ക് 0 കൊടുത്താൽ ഇസഡ് എന്ത് വരും, ഇസഡ് ഈക്വൽ ടു മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 എന്ന് വരും. അപ്പം മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ അവിടുന്ന് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, -9z എന്ന് എഴുതാം. ശരിയല്ലയോ, അതായത് മൈനസ് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു 9z ആണ്. അപ്പോൾ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു -9z ഇടും. അത് എവിടുത്തെ പരാബോളാണ്, XZ പ്ലെയിനിലെ പരാബോള ആയിരിക്കും. അവിടെ വെർട്ടെക്സ് എന്താണ്, വെർട്ടെക്സ് അറ്റ് ദ ഒറിജിൻ ആണ്. അത് നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഏത് ഡയറക്ഷനാണ്, നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ആദ്യത്തേത് പോസിറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ട് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നെഗറ്റീവ് ഇസഡ് ഡയറക്ഷനിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഇനി ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1 അല്ലേ. ഇസഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അവിടുത്തെ ട്രേസ്, y സ്ക്വയർഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 ഈക്വൽ ടു 1 ആയിരിക്കും. ഇസഡ് ഈക്വൽ ടു 1 ഉണ്ട്, ഇസഡ് ഈക്വൽ ടു -1 ഉണ്ട്. അപ്പം y സ്ക്വയർഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 ഈക്വൽ ടു -1 വരും, +1 വരും, -1 വരും. ഇത് ത്രൂ ഔട്ട് ഒരു മൈനസ് കൊണ്ട് ഗുണിച്ചാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, എക്സ് സ്ക്വയർഡ് ബൈ 9 മൈനസ് y സ്ക്വയർഡ് ബൈ 4 ഈക്വൽ ടു 1 വരും. ട്രേസ് ഇൻ ദ പ്ലെയിൻ ഇസഡ് ഈക്വൽ ടു 1. ഇത് രണ്ടെണ്ണം ആയിരിക്കും കിട്ടുന്നത്. ഇത് രണ്ടും ആരുടെ ഇക്വേഷൻ ആണ്, ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആയിരിക്കും. ആദ്യത്തേത് y സ്ക്വയർഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർഡ് ബൈ 9 ഈക്വൽ ടു 1 ആണ്. അത് ഹൈപ്പർബോളയുടെ ആണ്. ഓപ്പൺസ് എലോങ് എ ലൈൻ പാരലൽ ടു y ആക്സിസിന്. y ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനാണ്. അതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷനാണ്. നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്.
ഇസഡ് ഈക്വൽ ടു -1 ആണെങ്കിൽ കിട്ടുന്ന ഇക്വേഷൻ എന്താണ്? അതും ആരുടെ ഇക്വേഷൻ തന്നെയാണ്? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ്. അത് ഓപ്പൺസ് എലോങ് എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. ആദ്യത്തേത് ഇവിടെ y² / 4 - x² / 9 വരുന്നു. അവിടെ എക്സിന്റെ വൈയുടെ അതായത് അവിടെ ഇത് നെഗറ്റീവ് അല്ലേ, എക്സ് കോർഡിനേറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് ഓപ്പൺസ് എലോങ് എ ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസും അടുത്ത എന്താണ്? ഓപ്പൺസ് എലോങ് എ ലൈൻ പാരലൽ ടു ദ വൈ ആക്സിസ് ആയിരിക്കും. അതിന്റെ ട്രേസ് ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ? ട്രേസ് ഇൻ ഇസഡ് ഈക്വൽ ടു 1 ട്രേസ് ഇൻ ഇസഡ് ഈക്വൽ ടു -1. നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്? എക്സ് ആദ്യം ഇത് വൈ ആക്സിസ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് ഇസഡ് ആക്സിസ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇത് എക്സ് ആക്സിസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ 2 ആക്സിസ് കിട്ടി. ആദ്യത്തേത് നമുക്ക് എന്താണ്? എക്സ് സെഡ് പ്ലെയിനിലോട്ട് എക്സ് സെഡിന്റെ പോസിറ്റീവ് പ്ലെയിനിലോട്ടും എക്സ് സെഡിന്റെ നെഗറ്റീവ് പ്ലെയിനിലോട്ടും ഓപ്പൺ ചെയ്യുന്ന 2 പരാബോളയാണ് നമുക്ക് ആദ്യം വരയ്ക്കേണ്ടത് അല്ലേ? ഇതല്ലേ എക്സ് സെഡ് പ്ലെയിൻ. എക്സ് സെഡ് പ്ലെയിനിലോട്ട് ഓപ്പൺ ചെയ്യുന്ന ഇതുണ്ട് അതിന്റെ പോസിറ്റീവ്, അതിന്റെ നെഗറ്റീവ് അവിടോട്ട് ഓപ്പൺ ചെയ്യുന്ന 2 പരാബോള വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ 2 ഹൈപ്പർബോളയും വരച്ചു. ഓക്കെ, അപ്പം ആദ്യം ഈ പ്ലെയിനിൽ ഇങ്ങനെ ഒരു ഹൈപ്പർബോള വരയ്ക്കും. അതിനുശേഷം ഈ പ്ലെയിനിൽ ഒരു ഹൈപ്പർബോള വരയ്ക്കും. പിന്നെ എക്സ് സെഡ് പ്ലെയിനിലെ പരാബോളയാണ് നമുക്ക് വേണ്ടത് അല്ലേ? എക്സ് സെഡ് പ്ലെയിനിലെ പരാബോളയാകുമ്പോൾ ഒരു ഷേപ്പ് ഇത് വരും. അപ്പം അത് ഇവിടെ ആയിട്ട് യോജിപ്പിക്കും. പിന്നെ അടുത്ത പരാബോള ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരെണ്ണം ഹൈപ്പർബോള ഇവിടുന്ന് മുകളിലോട്ട് ഓപ്പൺ ചെയ്യും, ഒരെണ്ണം നേരെ താഴോട്ടും ഓപ്പൺ ചെയ്യും. കണ്ടോ? ഓക്കെ ആണല്ലോ? അപ്പം ഈ ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഇവിടുത്തെ എക്സ് വൈ പ്ലെയിനുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടിമുട്ടാം. അപ്പം ഏകദേശം ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കംപ്ലീറ്റ് ഫിഗർ ആയിട്ട് ഈ രീതിയിൽ ട്രേസ് ചെയ്തെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ട്രേസ് ചെയ്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ റഫ് സ്കെച്ച്. ഈ റഫ് സ്കെച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് വരയ്ക്കുമ്പോൾ പോയിന്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വരയ്ക്കാനായിട്ട് ഒരു ഐഡിയ കിട്ടാത്ത. ഇതിൻ്റെ ട്രേസ് ഇതാണ് ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ 2 ട്രേസ്, ഇത് ഇസഡ് ഈക്വൽ ടു -1 ആകുമ്പോൾ 2 ട്രേസ്. ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ കിട്ടുന്നത് ഹൈപ്പർബോളയാണ് അല്ലേ? ഇസഡ് ഈക്വൽ ടു 1 ആകുമ്പോൾ ഈ ഹൈപ്പർബോളയുടെ ഷേപ്പ് വരും. അത് എന്താണ്? വൈ ആക്സിസിന് പാരലായിട്ട് വരയ്ക്കും. ഇതല്ലേ വൈ ആക്സിസ്? വൈ ആക്സിസിന് പാരലായിട്ട് വരച്ചു. മറ്റേ ഇസഡ് ഈക്വൽ ടു -1 ആണെങ്കിൽ അതെന്താണ്? ഓപ്പൺസ് എലോങ് എ ലൈൻ. അത് ആർക്ക് പാരലായിട്ടാണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് ഓപ്പൺ ചെയ്ത ലൈനായിട്ട് വരച്ചു. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് സർഫസിൻ്റെ സ്കെച്ചിങ്ങിനകത്ത് പഠിക്കാനുള്ളത്. അതിൽ ഈ ആദ്യം പറഞ്ഞ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ക്വാഡ്രാറ്റിക് സർഫസിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കും. കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ആദ്യത്തെ 3 മാറിയതാണ് ഈ ക്വസ്റ്റ്യൻ. അത് ഹൈപ്പർബോളോയിഡ് ഓഫ് 2 ഷീറ്റും ഹൈപ്പർബോളോയിഡ് ഓഫ് 1 ഷീറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതേപോലെ തന്നെ എലിപ്റ്റിക് പരാബോളോയിഡ്, ഇതാണ് മാറിയും തിരിഞ്ഞും ചോദിക്കുന്നത്. ഏത് ചോദിച്ചാലും അതിൻ്റെ റഫ് സ്കെച്ച് പഠിച്ചു വെച്ചണം. പിന്നെ ഈ 6 ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതേ ടൈപ്പിലെ വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ വരച്ച് പഠിക്കേണ്ട. ഈ 6 നിങ്ങൾ വൃത്തിയായിട്ട് വരച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ.